കേരളത്തെ ഗുരുതരമായി ബാധിക്കുന്ന ലഹരി ഭീഷണിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണയും അനുഗ്രഹവും തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല താമരശ്ശേരി രൂപത ബിഷപ്പ് ഹൗസിൽ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിലുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ തൂഫാൻ ദി നാർക്കോട്ടിക്സ് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ വാരിയർ ബാഡ്ജ് റെമീജിയോസ് പിതാവിനെ രമേശ് ചെന്നിത്തല അണിയിച്ചു. സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തി നിൽക്കുന്ന വ്യക്തിയാണ് താമരശ്ശേരി രൂപത മെത്രാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ലഹരി ഭീഷണിയെന്നും ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിനായുള്ള വലിയൊരു സാമൂഹ്യ മുന്നേറ്റമാണ് തൂഫാൻ പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുകഞ്ഞു തീരേണ്ടതല്ല ജീവിതമാണ് ലഹരി എന്ന സന്ദേശം യുവതലമുറയിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി. ലഹരിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായാണ് തൂഫാൻ മുന്നോട്ടു പോകുന്നതെന്നും അതിനുള്ള പിന്തുണ തേടിയാണ് ബിഷപ്പിനെ സന്ദർശിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശേഷം ലഹരി വിരുദ്ധ ക്യാമ്പയിനായ തൂഫാൻ ദി നാർക്കോട്ടിക്സ് ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ വാരിയർ ബാഡ്ജ് റെമീജിയോസ് പിതാവിനെ രമേശ് ചെന്നിത്തല അണിയിച്ചു. പള്ളികളിലൂടെയും സഭാ സംവിധാനങ്ങളിലൂടെയും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്ന് ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചാനിയൽ പ്രതികരിച്ചു. തൂഫാൻ പോലെയുള്ള പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേശ് ചെന്നിത്തലയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ലെന്നും മാനവരാശിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെന്നും പറഞ്ഞു. അതേസമയം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ താമരശ്ശേരി രൂപത എന്നും ഒപ്പമുണ്ടാകുമെന്നും റെമീജിയോസ് പിതാവ് അറിയിച്ചു. MK രാഘവൻ MP, K പ്രവീൺ കുമാർ MLA, VT സൂരജ് MLA എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. തൂഫാൻ പദ്ധതി കോഓർഡിനേറ്റർ പുട്ടവിമലാദിത്യ IPS, കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS എന്നിവരും താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ എത്തിയിരുന്നു. ഷിക്കാന ന്യൂസ്, കോഴിക്കോട്.